അസ്സലാമു അലൈക്കും. അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മിനെയും എത്ര വർണ്ണിച്ചാലും ഓരോ നാമങ്ങളുടെയും മഹത്വങ്ങളും നേട്ടങ്ങളും എത്ര പറഞ്ഞാലും തീരില്ല. ഓരോ ഇസ്മിൻ്റെയും അർത്ഥം മനസ്സിലാക്കി ആരൊക്കെ ആഴത്തിൽ ചിന്തിക്കുന്തോറും ആ ഇസ്മ ജീവിതത്തിൽ എന്നും മുറുകെ പിടിക്കാൻ തോന്നും. ഒരുപാട് പേർക്ക് ഈ ഇസ്മ തീർച്ചയായും ഉപകാരപ്പെടും. യാ മുഹൈമിനു യാ അല്ലാ. ഈ ഇസ്മിൻ്റെ അർത്ഥം പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും ഈ ഇസ്മ എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുമെന്ന്. സർവരക്ഷാധികാരി, മേൽനോട്ടം വഹിക്കുന്നവൻ, എല്ലാം കാത്തു സൂക്ഷിക്കുന്നവൻ. അതായത് നമ്മൾ കാണുന്നതും നമുക്ക് മുന്നിൽ മറഞ്ഞിരിക്കുന്നതും ഇനി വരാൻ പോകുന്ന കാലത്തിൻ്റെയും എല്ലാം സർവ്വതും നിയന്ത്രിക്കുന്നതും കാത്തു സൂക്ഷിക്കുന്നതും മേൽനോട്ടം വഹിക്കുന്നതും ഒരേ ഒരു രാജാവാണ്, ഒരേ ഒരു അധികാരി മാത്രമാണ്. നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണെങ്കിലും, ഇനി പഠന കാര്യത്തിലാണെങ്കിലും ജോലി കാര്യത്തിലാണെങ്കിലും വിവാഹ കാര്യത്തിലാണെങ്കിലും വീടിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇതുപോലെയുള്ള എന്ത് ഉദ്ദേശമാണെങ്കിലും ഈ ഇസ്മ കൊണ്ട് പ്രാർത്ഥിച്ചാൽ ആ ഉദ്ദേശിച്ച കാര്യത്തിലേക്കുള്ള എല്ലാ വഴികളും അള്ളാഹു തുറന്നു തരും. എല്ലാ വഴികളും എളുപ്പമാക്കി തരും. ആ ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് നമ്മളെ സഹായിക്കാനുള്ള ആളുകളെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കും. തീർച്ചയായും അള്ളാഹു നമ്മുടെ ഉദ്ദേശം പൂർത്തിയാക്കും. ഇനി നമ്മുടെ എത്ര വലിയ കഠിനമായ ദുഃഖവും ഈ ഇസ്മ ചൊല്ലിയാൽ എല്ലാം സന്തോഷമാകും. ഈ ഇസ്മ പതിവാക്കിയാൽ അവരുടെ ഓർമ്മശക്തി നിലനിൽക്കാൻ കഴിയും. അതുപോലെ നമ്മുടെ മറവിയിൽ നിന്നും കാത്തു സൂക്ഷിക്കും. പിന്നെ ബുദ്ധിയും വർദ്ധിക്കും. അതുപോലെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും കടം വീട്ടുവാനും കടം കൊടുത്ത പണം തിരിച്ചു ലഭിക്കാനും ഈ ഇസ്മ അവർക്കൊരു രക്ഷ തന്നെയാണ്. അതുപോലെ എല്ലാ കാര്യത്തിനോടും പേടിയുള്ളവർ, ധൈര്യമില്ലാത്തവർ, അവർ ഈ ഇസ്മ പതിവാക്കിയാൽ അവർക്ക് മനസ്സിന് നല്ല ധൈര്യം ലഭിക്കും, പേടിയും മാറും. ഇത്രയും നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടാൻ നമ്മൾ 290 വട്ടമാണ് ചൊല്ലേണ്ടത്. സർവരക്ഷാധികാരിയായ അള്ളാഹുവിന് മാത്രമേ നമ്മളെ എല്ലാ കാര്യത്തിൽ നിന്നും രക്ഷിക്കാൻ കഴിയൂ. മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥന കൊണ്ട് നമ്മുടെ എല്ലാ കാര്യവും നമുക്ക് പെട്ടെന്ന് നേടിയെടുക്കാം. ഇതുവരെയും അസ്മാഉൽ ഹുസ്ന വെച്ച് പ്രാർത്ഥിക്കാത്തവർ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ പ്രാർത്ഥിക്കണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും അല്ലാഹു തആല നടത്തി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.